ഫേസ് ബൾക്കായിട്ട് വാട്സപ്പ് അയക്കാൻ നമ്പർ എവിടെയാണ് അടിക്കേണ്ടത്. നമ്പർ ടൈപ്പ് ചെയ്യുക, പേര് ടൈപ്പ് ചെയ്യുക, എത്ര നമ്പർ വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം. ബേസ് കൈമിലുണ്ടെങ്കിൽ അപ്ലോഡ് എക്സൽ വഴി ഓപ്പൺ ചെയ്ത് ഇവിടെ ലോഡായി നമ്പേഴ്സൊക്കെ അവിടെ ലോഡാവും. മെസ്സേജ് ടൈപ്പ് ചെയ്യാം, എന്ത് മെസ്സേജാണ് വേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്യാം. ഇനി ഇവിടെ റാൻഡം നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വാട്സപ്പ് ബാൻ ആവാതിരിക്കൽ ഓപ്ഷനാണ്. ഓരോ മെസ്സേജും ഡിഫറെൻ്റായി പോകാൻ വേണ്ടിയിട്ട്. ആഡ് ബട്ടൺ ആഡ് ചെയ്യാലോ. ബട്ടൺ ടെക്സ്റ്റ് അടിച്ചു കൊടുക്കുക, ഏത് ടൈപ്പ് ബട്ടണാണെന്ന് അടിച്ചു കൊടുക്കുക. ലിങ്ക് വേണോ, ഫോൺ നമ്പർ വേണോ, വാട്സപ്പ് ലിങ്കോ, എന്ത് ലിങ്ക് വേണോ നമ്പർ അടിച്ചു കൊടുക്കുക. സേവ് ചെയ്യാം. ബട്ടൺ അവിടെ വരുന്നതാണ്. ഇനി ഇത് ഫയലുകൾ വേണേൽ ആഡ് ചെയ്യാം. ഇമേജ് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് മെസ്സേജുകൾ തമ്മിലുള്ള ഡിലേ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് വാട്സപ്പ് ബാൻ ആവാതിരിക്കാനുള്ളൊരു ഓപ്ഷനാണ്. എത്രയും കൂട്ടി കൊടുക്കുന്നതാണ് എത്രയും നല്ലത്. സ്റ്റാർട്ട് ക്യാമ്പയിൻ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പേരടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ക്ലിക്ക് ടു ഇനീഷ്യേറ്റ് അടിക്കുക. ഇവിടെ QR കോഡ് വരുന്നതാണ്. നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഉപയോഗിച്ച് ഈ QR കോഡ് സ്കാൻ ചെയ്യുക നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച്. ഇതേപോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. മിനിമൈസ് ചെയ്യുക, സ്റ്റാർട്ട് അമർത്തുക. സ്റ്റാർട്ട് അമർത്തുന്നതോടുകൂടി മെസ്സേജ് പോകാൻ തുടങ്ങുന്നതാണ് ബൾക്കായിട്ട്. ഇവിടെ ലോഗിൽ എത്ര ആൾക്ക് മെസ്സേജ് പോയി, എത്ര എണ്ണം ഫെയിലായി അതൊക്കെ കാട്ടാം. അടുത്ത ഓപ്ഷൻ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യൽ ഓപ്ഷനാണ്. അതായത് നിങ്ങൾ മെമ്പറായ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ. അഡ്മിൻ ഓൺലി ഗ്രൂപ്പിലേക്ക് പോവില്ല, അല്ലാത്ത ഗ്രൂപ്പിലേക്ക്, നിങ്ങൾ മെമ്പറായ ഗ്രൂപ്പിലേക്ക് പരമാവധി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് ലിങ്ക് ടൈപ്പ് ചെയ്യുക. ലിങ്ക് എക്സൽ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെസ്സേജ് ടൈപ്പ് ചെയ്യുക, ബട്ടൺ ആഡ് ചെയ്യുക വേണമെങ്കിൽ, ഫയൽസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. സ്റ്റാർട്ട് ക്യാമ്പയിൻ അമർത്തി കഴിഞ്ഞാൽ ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് പോകണമാണ്. ഒറ്റ ക്ലിക്കിൽ ഒരുപാട് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് പോകും, നിങ്ങൾ മെമ്പറായ ഗ്രൂപ്പിലേക്ക്. അടുത്ത ഓപ്ഷൻ ഗ്രാബ് ഗ്രൂപ്പ് മെമ്പർ. ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ ഗ്രാബ് ചെയ്താൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ 1024 മെമ്പറുണ്ട്. ആ 1024 മെമ്പറെ നമ്പറും ഗ്രാബ് ചെയ്തെടുക്കാൻ, എന്നിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് വാട്സപ്പ് അയക്കാം അത്രയും മെമ്പർക്ക്. ക്ലിക്ക് ഇനിഷ്യേറ്റ് കൊടുക്കുക, സ്റ്റാർട്ട് ഗ്രാബിങ് കൊടുക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത ഗ്രൂപ്പിലെ ആൾക്കാരെ നമ്പർ കിട്ടും. അടുത്ത വാട്സപ്പ് സൈറ്റിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിക്ക് ചെയ്യുന്നതിനുള്ള ഗ്രാബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാബ് കൊടുക്കാം. ഓപ്പൺ ബ്രൗസർ കൊടുക്കുക, ഇനീഷ്യലൈസ് ചെയ്യുക. സ്റ്റാർട്ട് ഗ്രാബിങ് കൊടുക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഗ്രാബ് ചെയ്ത് കിട്ടുന്നതാണ്. അടുത്തത് വാട്സപ്പ് ഓട്ടോ റെസ്പോണ്ടർ ബോട്ട്, ഓട്ടോ റിപ്ലൈ ബോട്ടാണത്. ആഡ് റൂൾ അടിക്കാം, ഹായ് എന്നടിക്കാം, എക്സാക്റ്റ് എടുക്കാം, മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഹലോ, ബട്ടൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് കൊടുക്കുക, സേവ് കൊടുക്കുക.
ഹായ് നിന്ന് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഹലോ എന്ന് തിരിച്ചു പോകും. സ്റ്റാർട്ട് എടുത്ത്. ഇത് സാധാരണ ഓൺലൈൻ സോഫ്റ്റ്വെയറിലാണ് ഉപയോഗിക്കുക. ഇത് ഫുൾ ടൈം ഓൺലൈനിൽ ഉണ്ടാവണം സിസ്റ്റം. കോണ്ടാക്ട് ലിസ്റ്റ് ഗ്രാബർ. ക്ലിക്ക് ഇനീഷ്യേറ്റ് അടിക്കുക. ഇനീഷ്യേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മെമ്പറായ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടാനുള്ളതാണ്. നമ്മുടെ ഫോണിൽ സേവ് ആയ കോണ്ടാക്റ്റുകൾ മുഴുവൻ ഗ്രാബ് ചെയ്തെടുക്കാം. കോണ്ടാക്ട് ലിസ്റ്റ് ഗ്രാബർ. നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള നമ്പേഴ്സൊക്കെ ഗ്രാബ് ചെയ്തെടുക്കാം. ഗൂഗിൾ മാപ്പ് ഡാറ്റ എക്സ്ട്രാക്ടർ. ഇതിൽ സ്റ്റാർട്ട് അമർത്തുക. നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ കമ്പനി കാലിക്കറ്റ്. സോഫ്റ്റ്വെയർ കമ്പനി കാലിക്കറ്റ്. ഓക്കെ കൊടുക്കാം. സ്റ്റാർട്ട് ഗ്രാബിംഗ് കൊടുക്കുക. കാലിക്കറ്റുള്ള സോഫ്റ്റ്വെയർ കമ്പനീൻ്റെ ഫുൾ ഗൂഗിളിലെ ഡീറ്റെയിൽസും നമുക്ക് ഗ്രാബ് ചെയ്ത് തരും. അവരുടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ഗ്രാബ് ചെയ്ത് എക്സൽ ഫോർമാറ്റ് കിട്ടും. എക്സ്പോർട്ട് കൊടുത്താൽ എക്സൽ ഫോർമാറ്റിൽ കിട്ടും. സ്റ്റോപ്പ് അടിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യും. ഗ്രാബ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യും. ഇമ്പോർട്ട് നമ്പർ അടിച്ചാൽ ഈ സേവ് ചെയ്ത നമ്പേഴ്സൊക്കെ ബൾക്കായി ബൾക്ക് വാട്സപ്പ് സെൻഡ് ചെയ്യാനുള്ള പാനലിലേക്ക് എത്തും. അടുത്ത ഓട്ടോ ഗ്രൂപ്പ് ജോയിനർ. സ്റ്റാറിനോ അടിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രൂപ്പ് ലിങ്ക് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് എക്സൽ വഴി അടിച്ചു കൊടുക്കുക. ക്ലിക്ക് ഇനീഷ്യേറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ജോയിനിങ് കൊടുക്കുക. ലിങ്കുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻ ആയിക്കൊണ്ടിരിക്കും. ഡിലേ സെറ്റിംഗ്. നമ്മൾ അടിച്ചു കൊടുത്ത ലിങ്കിലുള്ള ഗ്രൂപ്പിലേക്കൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായി ജോയിൻ ആവുന്നതാണ്. അടുത്ത വാട്സപ്പ് നമ്പർ ഫിൽട്ടർ. നമുക്ക് ഡാറ്റാബേസ് ഒക്കെ കിട്ടുമ്പോൾ ചില നമ്പർ വാട്സപ്പ് ഇല്ലാത്ത നമ്പർ ആയിരിക്കും. അത് ഫിൽട്ടർ ചെയ്തിട്ട് വാട്സപ്പുള്ള നമ്പർ മാത്രം കിട്ടാനുള്ള ഓപ്ഷനാണ്. അടുത്തത് ഗ്രാബ് ആക്റ്റീവ് ഗ്രൂപ്പ് മെമ്പർ. 1024 മെമ്പറിലെ ഗ്രൂപ്പിൽ ആകെ 100 ആളൊക്കെ ആക്റ്റീവ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ആക്റ്റീവ് ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ചാറ്റ് ചെയ്ത ആൾക്കാരെ ഡീറ്റെയിൽസ് ഗ്രാബ് ചെയ്തെടുക്കാൻ സെയിം പ്രൊസീജിയർ തന്നെ. ഗ്രാബിനെ ഓടിക്കുക, ഇനിഷ്യേറ്റ് ചെയ്യുക. ബൾക്ക് ആഡ് ഗ്രൂപ്പ് മെമ്പർ. നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് കുറച്ച് മെമ്പർ ആഡ് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള ഡാറ്റാബേസിലെ നമ്പർ ഉപയോഗിച്ച് നമ്മളെ ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യുക. ബൾക്കായിട്ട് ഗ്രൂപ്പിലേക്ക് മെമ്പർ ആഡ് ചെയ്യുക. നമ്പേഴ്സ് അപ്ലോഡ് ചെയ്യുക, ഇനിഷ്യേറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ആഡ് ചെയ്യുക. ഡിലേ സെറ്റിംഗ് കൂട്ടി കൊടുക്കണം. ഗ്രൂപ്പ് ഫൈൻഡർ. ഗ്രൂപ്പ് ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. ബിസിനസ് കേരള എന്നടിച്ച് സ്റ്റാർട്ട് അടിച്ചാൽ കേരളത്തിലെ ബിസിനസ്സായി ബന്ധപ്പെട്ട ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. സ്റ്റോപ്പ് ചെയ്യണം. എക്സ്പോർട്ട് അടിച്ചാൽ എക്സൽ ഫോർമാറ്റിൽ സേവ് ചെയ്യും. ഇമ്പോർട്ട് അടിച്ചാൽ നമ്മുടെ സെൻഡ് ചെയ്യാനുള്ള പാനിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത്രയാണ് ഇതിലെ ഫങ്ഷൻസ് ഉള്ളത്.